സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് ക്യാൻസർ രോഗികളുടെ മധ്യസ്ഥനായി തിരുസഭ വണങ്ങുന്ന വിശുദ്ധ പെരിഗ്രിനെക്കുറിച്ചാണ്. 1265 മെയ് 1 ഇറ്റലിയിലെ ഫോർലി എന്ന സ്ഥലത്താണ് വിശുദ്ധ പെരിഗ്രിൻ ജനിച്ചത്. അദ്ദേഹം സെർവൈറ്റ് ഓർഡർ എന്ന സന്യാസ സഭയിൽ അംഗമായി. 60 വയസ്സിൽ കാലിലൊരു മുറിവുണ്ടാവുകയും അത് ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ കാൽ മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ തീരുമാനിച്ചു. അങ്ങനെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ദിവസമൊക്കെ നിശ്ചയിച്ചു. ശസ്ത്രക്രിയയുടെ തലേ ദിവസം വിശുദ്ധ പെരിഗ്രിന് ഉറങ്ങാൻ സാധിച്ചില്ല. അദ്ദേഹം ഈശോയുടെ ക്രൂശിത രൂപത്തിന് മുൻപിൽ അദ്ദേഹം ഇരിക്കുകയായിരുന്നു. അന്ന് രാത്രി അദ്ദേഹത്തിന് ഈശോയുടെ ദർശനമുണ്ടായി. കുരിശിൽ നിന്നും ഇറങ്ങി വരുന്നതായിട്ടാണ് ദർശനം ഉണ്ടായത്. ഈ കുരിശിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈശോ 2 കൈയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിശുദ്ധൻ്റെ പക്കലേക്ക് വന്നത്. പിറ്റേന്ന് ദിവസം ശസ്ത്രക്രിയയ്ക്കുള്ള ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു കണിക പോലും ഉള്ളതായി കണ്ടില്ല. അങ്ങനെ അദ്ദേഹം ക്യാൻസർ എന്ന രോഗത്തിൽ നിന്നും പൂർണ്ണമായി വിമുക്തനാവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം 20 വർഷം കൂടി സഭയെ ശുശ്രൂഷിച്ചു. 1345 മെയ് 1 അദ്ദേഹത്തിൻ്റെ 80-ാം പിറന്നാൾ ദിവസം അദ്ദേഹം സ്വർഗസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണശേഷം നിരവധി അത്ഭുതങ്ങളും രോഗശാന്തികളും ഉണ്ടാവുകയും തിരുസഭ അദ്ദേഹത്തെ ക്യാൻസർ രോഗികളുടെ മധ്യസ്ഥനായി വണങ്ങുകയും ചെയ്തു. ക്യാൻസർ രോഗികളുടെ മധ്യസ്ഥനായ വിശുദ്ധ പെരിഗ്രിനോടുള്ള പ്രാർത്ഥന. വിശുദ്ധ പെരിഗ്രിനെ, അത്ഭുത പ്രവർത്തകനെ, അങ്ങയോട് അപേക്ഷിച്ചിട്ടുള്ളവർക്കെല്ലാം ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൽ നിന്നും നിരവധിയായ അത്ഭുതങ്ങൾ അങ്ങ് നേടിക്കൊടുത്തിട്ടുണ്ടല്ലോ. അനേക വർഷങ്ങൾ അങ്ങയുടെ ശരീരം ജീവനെ ഹനിക്കുന്ന മാരകമായ ക്യാൻസറിൻ്റെ പിടിയിലായിരുന്നല്ലോ. മനുഷ്യന് സാധ്യമായതൊന്നും ഫലിക്കാതെ വന്നപ്പോൾ എല്ലാ രോഗശാന്തിയുടെയും കേന്ദ്രമായ ദൈവത്തിലേക്ക് അങ്ങ് തിരിഞ്ഞുവല്ലോ. അതിൻ്റെ ഫലമായി കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടുത്തെ രോഗത്തിന് ആശ്വാസവും മുക്തിയും പ്രദാനം ചെയ്യുന്ന യേശുവിനെ അങ്ങ് ദർശിച്ചുവല്ലോ. ഇപ്പോൾ അങ്ങിലൂടെ അത്ഭുത രോഗശാന്തി ലഭിപ്പാനായി എല്ലാ പ്രിയപ്പെട്ട ക്യാൻസർ രോഗികളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ശക്തമായ മധ്യസ്ഥം വഴിയായി ദൈവത്തിൻ്റെ അനന്തമായ നന്മയും കാരുണ്യവും രോഗശാന്തിയും ഞങ്ങൾക്ക് ലഭിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്നേഹമുള്ളവരെ, തിരുവചനം പറയുന്നു, കർത്താവെ, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചനം. എല്ലാ ക്യാൻസർ രോഗികൾക്കുമായി നമുക്ക് വിശുദ്ധ പെരിഗ്രിനോട് മധ്യസ്ഥം യാചിക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.